നമസ്കാരം. മാഗ്ന മെന്റർ മലയാളത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മോഡേൺ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻ്റ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് പഠിക്കുന്നത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് നമ്മൾ എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്? ഇന്ത്യയിൽ ഭരണ നിർവഹണം നടത്തിക്കൊണ്ടിരുന്ന വൈസ്രോയിമാരുടെ കാലഘട്ടമാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ നമ്മൾ ലോർഡ് കാനിങ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയും അവസാനത്തെ ഗവർണർ ജനറലിൻ്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലെ രണ്ടാമത്തെ വൈസ്രോയെ വന്ന വൈസ്രോയ് എൽജിൻ ഒന്നാമനാണ്. ഓക്കെ, ഇന്ത്യയിൽ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു വൈസ്രോയാണ് വൈസ്രോയ് എൽജിൻ ഒന്നാമൻ. വൈസ്രോയ് എൽജിൻ ഒന്നാമൻ ഏത് വർഷം തൊട്ട് ഏത് വർഷം വരെയാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്? 1862 തൊട്ട് 1863 വരെ, 1862 to 1863 വരെ ഇന്ത്യയിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു വൈസ്രോയാണ് വൈസ്രോയ് എൽജിൻ ഒന്നാമൻ. ഓക്കെ, ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈസ്രോയ് എൽജിൻ ഒന്നാമനാണ് വഹാബി എന്ന് പറയുന്ന മൂവ്മെന്റിനെ അടിച്ചമർത്തിയത്. വഹാബി പ്രസ്ഥാനത്തെ അടിച്ചമർത്തിയത് ആരാണെന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ഉത്തരം എഴുതും? എൽജിൻ ഒന്നാമൻ. സോ വഹാബി മൂവ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കണം. വഹാബി മൂവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബൽ ആയിട്ടുള്ള ഒരു ഇസ്ലാമിക് മൂവ്മെന്റ് ആയിരുന്നു. ആ കാലയളവിൽ ലോകം മൊത്തം ഇസ്ലാം മതം സ്പ്രെഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു ഗ്ലോബൽ ഇസ്ലാമിക് മൂവ്മെന്റ് ആയിരുന്നു എന്ത്? വഹാബി മൂവ്മെന്റ്. സോ വഹാബി മൂവ്മെന്റ് ഇന്ത്യയിലും കടന്നു വന്നു. ഇന്ത്യയിൽ വഹാബി മൂവ്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത വ്യക്തിയുടെ പേര് പഠിക്കണം. സോ ഈ നമ്മുടെ അടുത്ത ചോദ്യം അതാണ്, ഹു എസ്റ്റാബ്ലിഷ്ഡ് ദ വഹാബി മൂവ്മെന്റ് ഇൻ ഇന്ത്യ? ഉത്തരം എന്താണ്? സർ സെയ്ദ് അഹമ്മദ് ബ്രൽവി. സർ സെയ്ദ് അഹമ്മദ് ബ്രൽവി എന്ന് പറയുന്ന ആളാണ് ഇന്ത്യയിലെ വഹാബി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. എവിടെയാണ് തുടക്കം കുറിച്ചത്? ഇദ്ദേഹം എവിടെ നിന്നുള്ള വ്യക്തിയായിരുന്നു? സർ സെയ്ദ് അഹമ്മദ് ബ്രൽവി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഉത്തർപ്രദേശിലെ റായ് ബറേലി എന്ന് പറയുന്ന സ്ഥലത്താണ്. എവിടെയാണ്? റായ് ബറേലി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വ്യക്തിയായിരുന്നു സർ സെയ്ദ് അഹമ്മദ് ബ്രൽവി. ഓക്കെ, അപ്പൊ സർ സെയ്ദ് അഹമ്മദ് ബ്രൽവി എന്ന ആളാണ് ഇന്ത്യയിൽ വഹാബി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഈ വഹാബി പ്രസ്ഥാനം ഇന്ത്യയിൽ ജിഹാദ് നടത്തി, സിഖുകാർക്കെതിരെ ജിഹാദ് നടത്തിക്കൊണ്ടിരുന്നു. ഓക്കെ, സിഖ് മതക്കാർക്കെതിരെ ഇന്ത്യയിൽ വഹാബി മൂവ്മെന്റ് വഴി ജിഹാദ് നടത്തിക്കൊണ്ടിരുന്നു. പിൽക്കാലയളവിലാണ് ഈ വഹാബി മൂവ്മെന്റിനെ ആന്റി ബ്രിട്ടീഷ് മൂവ്മെന്റായി മാറിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ഇത് ബന്ധപ്പെടുന്ന എപ്പോഴാണ്? ഈ വഹാബി പ്രസ്ഥാനം ബ്രിട്ടീഷുകാർക്കെതിരെ തിരിഞ്ഞതിനെ തുടർന്നാണ്. ഓക്കെ, സോ ഗ്ലോബൽ ഇസ്ലാമിക് മൂവ്മെന്റ് ആയ വഹാബി മൂവ്മെന്റ് ഇന്ത്യയിൽ സ്ഥാപിക്കുന്നത് സർ സെയ്ദ് അഹമ്മദ് ബ്രൽവിയാണ്. സർ സെയ്ദ് അഹമ്മദ് ബ്രൽവി എന്ന് പറയുന്ന ആള് റായ് ബറേലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഇത് ആദ്യം സിഖുകാർക്കെതിരെയുള്ള ഒരു ജിഹാദി പ്രസ്ഥാനമായിരുന്നു. പിൽക്കാലയളവിൽ അത് ഒരു ആന്റി ബ്രിട്ടീഷ് മൂവ്മെന്റ് ആയിട്ട് മാറി. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പഠിക്കുക. ഈ വഹാബി മൂവ്മെന്റിന്റെ മെയിൻ സെന്റർ ആയിരുന്ന സ്ഥലം പാട്നയാണ്. എവിടെയാണ്? പാട്നയാണ്. ഓക്കെ, സോ വഹാബി പ്രസ്ഥാനത്തെ അടിച്ചമർത്തിയ വൈസ്രോയരാണ് എൽജിൻ ഒന്നാമൻ. അദ്ദേഹം ഭരിച്ചിരുന്ന കാലഘട്ടമാണ് 1862-1863. ഓക്കെ, ഇനി ഇദ്ദേഹത്തിന് ഒരു ഒഫീഷ്യൽ റെസിഡൻസ് ഉണ്ടായിരുന്നു. അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഷിംലയിലാണ്. ഓക്കെ, ഷിംലയിലാണ് ഇദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ റെസിഡൻസ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇദ്ദേഹം 1863 മരണമടഞ്ഞു. 1862 to 1863 ആണ് ഇന്ത്യയിൽ മരണമടഞ്ഞു. 1863 ഇദ്ദേഹം എവിടെ വെച്ചാണ് മരണമടഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1863 അദ്ദേഹം ധർമ്മശാലയിലോട്ടുള്ള പ്രയാണത്തിൽ ആ ഒരു ഓഫീസ് മാറ്റുന്ന സമയത്താണ് ഇദ്ദേഹം മരണമടഞ്ഞത്. സോ വൈസ്രോയ് എൽജിൻ ഒന്നാമൻ മരിച്ചത് എവിടെയാണ്? ധർമ്മശാലയിലാണ് മരിച്ചത്. ധർമ്മശാല. ഓക്കെ, ഇനി ഇദ്ദേഹത്തിനോടുള്ള പെട്ടെന്നുള്ള മരണത്തെ തുടർന്ന് ഇന്ത്യയിൽ അഡ്മിനിസ്ട്രേഷൻ ആ സമയത്ത് 2 പേരാണ് കൈകാര്യം ചെയ്തിരുന്നത്. ഒന്ന് നേപ്പിയറും മറ്റൊന്ന് ഡെനിസനും. ആരൊക്കെയാണ്? നേപ്പിയറും ഡെനിസനും. സോ നേപ്പിയർ ആൻഡ് ഡെനിസൺ continued the administration in India till the new viceroy was appointed. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വൈസ്രോയ് എൽജിനെ കുറിച്ച് പഠിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ. അടുത്തൊരു വൈസ്രോയ് പഠിക്കാം. അടുത്ത വൈസ്രോയ് പ്രധാനപ്പെട്ട വൈസ്രോയ് ആണ് വൈസ്രോയ് ജോൺ ലോറൻസ്. ഓക്കെ, ഈ വൈസ്രോയ് ജോൺ ലോറൻസ് എന്ന് പറയുന്ന വ്യക്തി 1864 തൊട്ട് 1869 വരെ നീണ്ട 5 വർഷം കാലയളവ്, 5 years, 1864 to 1869 വൈസ്രോയ് ജോൺ ലോറൻസ് ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് ടെലഗ്രാഫിക് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. ടെലഗ്രാഫ് ഇന്ത്യയിൽ നിന്ന് ഇംഗ്ലണ്ടിലോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്
1865 ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ജോൺ ലോറൻസ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. മറ്റൊരു ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭാവന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ഇന്ത്യയിൽ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തതും ആരാണ്? വൈസ്രോയ് ജോൺ ലോറൻസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ടത് ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പോളിസിയാണ്. ഈ പോളിസി അഡോപ്റ്റ് ചെയ്തത് ജോൺ ലോറൻസ് ആണ്. അദ്ദേഹത്തിന്റെ ആ പോളിസിയുടെ പേരാണ് പോളിസി ഓഫ് മാസ്റ്റർലി ഇനാക്ടിവിറ്റി. പോളിസി ഓഫ് മാസ്റ്റർലി ഇനാക്ടിവിറ്റി. ഓക്കെ, ഈ പോളിസി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ ബ്രിട്ടീഷ് വീസസ് അഫ്ഗാൻ എന്ന് പറയുന്ന അഫ്ഗാൻസ്, അതിനെ ആംഗ്ലോ അഫ്ഗാൻ വാർ എന്നറിയപ്പെടും. അഫ്ഗാൻ വാർ. ഇതിൽ എന്ത് സംഭവിച്ചെന്നുള്ള ഒരു ബ്രീഫായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, ബ്രിട്ടീഷുകാരും അഫ്ഗാനുമായിട്ട് ആദ്യത്തെ യുദ്ധം നടന്നത്, ഫസ്റ്റ് വാർ നടന്നത് 1839 തൊട്ട് 1842 വരെയാണ്. ബ്രിട്ടീഷുകാർ എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനെ ആക്രമിക്കാൻ ചെന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകളാണെന്നുള്ളത്. ഒന്ന്, ബ്രിട്ടീഷുകാർക്ക് സെൻട്രൽ ഇന്ത്യയിൽ ഒരു ആധിപത്യം വേണമായിരുന്നു. സെൻട്രൽ ഇന്ത്യയിൽ ഒരു ആധിപത്യം. ഓക്കെ, സെൻട്രൽ ഇന്ത്യയിൽ ഒരു ആധിപത്യം വേണമായിരുന്നു. രണ്ട്, സെൻട്രൽ ഇന്ത്യയുടെ ആധിപത്യം ഉറപ്പിക്കുന്ന എന്തിനാണ്? റഷ്യൻ ഇൻഫ്ലുവൻസിനെ സെൻട്രൽ ഇന്ത്യയിലെ അഫ്ഗാനിൽ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി. ഓക്കെ, രണ്ട് കാര്യങ്ങളാണ്. സെൻട്രൽ ഇന്ത്യയിൽ ഒരു ആധിപത്യം വേണമായിരുന്നു. സെൻട്രൽ ഇന്ത്യ വഴി അവർക്ക് യൂറോപ്പിലോട്ട് കടന്നു കയറാം. അതുപോലെ തന്നെ റഷ്യൻ ഇൻഫ്ലുവൻസിനെ അവിടെ കുറയ്ക്കുകയും ചെയ്യാം. ഇതിനു വേണ്ടിയാണ് ബ്രിട്ടീഷുകാർ ആംഗ്ലോ അഫ്ഗാൻ വാർ ഫൈറ്റ് ചെയ്തത്. ഓക്കെ, ആ വാർ ഫൈറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഒരു ബ്രിട്ടീഷുകാർക്ക് സപ്പോർട്ടീവായിട്ടുള്ളൊരു രാജാവിനെ കൊണ്ടുവരികയും പിൽക്കാലത്ത് ആ രാജാവിന് അവരുടെ ഭരണം കൈവിട്ടു പോവുകയും പിന്നെ അവിടെ ഉണ്ടായിരുന്ന രാജാവ് ദോസ്ത് മുഹമ്മദ് എന്ന് പറയുന്ന പോപ്പുലറായ ഒരു അഫ്ഗാൻ റൂളറായിരുന്നു. അദ്ദേഹമായിട്ട് ഡീൽ സൈൻ ചെയ്യുകയും ബ്രിട്ടീഷുകാർ പക്ഷേ അവരുടെ ആർമി മൊത്തം വലിയ ഒരു കൂട്ടക്കുരുതിയിൽ പെടുകയും ചെയ്തു. അങ്ങനെ ആംഗ്ലോ അഫ്ഗാൻ വാർ ആദ്യം ജയിച്ചെങ്കിലും ബ്രിട്ടീഷുകാരുടെ ഇൻഫ്ലുവൻസ് അവിടെ ഇല്ലാണ്ടായി. ഓക്കെ, ഇതിനെ തുടർന്ന് ബ്രിട്ടീഷുകാരുടെ പോളിസിയിൽ ഒരു ചേഞ്ച് കൊണ്ടുവന്നു. ആ ചേഞ്ച് കൊണ്ടുവന്ന പോളിസിയാണ് പോളിസി ഓഫ് മാസ്റ്റർലി ഇനാക്ടിവിറ്റി. അതായത് ബ്രിട്ടീഷുകാർ അവിടെ അഫ്ഗാനും അതുപോലെ റഷ്യൻ ഇൻഫ്ലുവൻസും തമ്മിലുള്ള പോരാട്ടങ്ങളൊക്കെ നടക്കട്ടെ, നമ്മൾ മിണ്ടാതിരിക്കാം, അവിടെ മിണ്ടാതിരുന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാം, എപ്പോഴാണോ തക്കം കിട്ടുന്നത് അപ്പോൾ നമുക്ക് അവിടെ ആക്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു പോളിസി ഓഫ് മാസ്റ്റർലി ഇനാക്ടിവിറ്റി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ചോദിക്കാൻ വരുന്നൊരു ചോദ്യം ഇതാണ്: പോളിസി ഓഫ് മാസ്റ്റർലി ഇനാക്ടിവിറ്റി ആര് നടപ്പിലാക്കി? ഉത്തരം എന്താണ്? ജോൺ ലോറൻസ് നടപ്പിലാക്കി. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ ബ്രീഫായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, സോ പോളിസി ഓഫ് മാസ്റ്റർലി ഇനാക്ടിവിറ്റി നടപ്പാക്കിയത് ആരാണ്? വൈസ്രോയ് ജോൺ ലോറൻസ് ആണ്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഈ വീഡിയോയിലെ പ്രധാനപ്പെട്ട രണ്ട് ഇമ്പോർട്ടൻറ്റ് വൈസ്രോയ്സ്. ഓക്കെ, നമ്മളിപ്പോൾ രണ്ടാമത്തെ ക്ലാസ് ആണ്. ആദ്യം നമ്മൾ ആര് പഠിച്ചു? ലോർഡ് കാനിങ് പഠിച്ചു. രണ്ടാമത് ലോർഡ് എൽജിൻ ഒന്നാമൻ പഠിച്ചു. ജോൺ ലോറൻസും പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത പ്രധാനപ്പെട്ട വൈസ്രോയ് നമുക്ക് പഠിക്കാം. ശരി, താങ്ക് യു.